ജൂൺ 23-ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ട് വരികയാണ്. എല്ലാവരും വലിയ ആകാംക്ഷയിലാണ്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും പ്രവർത്തകരും അതുപോലെ തന്നെ ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ആവേശമുള്ള താല്പര്യമുള്ള ലോകത്തിലെ എല്ലാ മലയാളികളും വളരെ ആവേശത്തോടുകൂടെ 23-ാം തീയതിയിലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. സത്യത്തിൽ ഒരു പ്രാധാന്യവുമില്ലാത്ത ഉപതെരഞ്ഞെടുപ്പായിരുന്നു നിലമ്പൂരിലേത്. കാരണം പ്രാധാന്യമില്ലായിരുന്നു എന്ന് പറയാൻ കാരണം കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന നിയമസഭാ ഇലക്ഷൻ വരുന്ന 8-9 മാസത്തിനുള്ളിൽ കേരളത്തിൽ നടക്കാനിരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കേവലം 8-9 മാസത്തേക്ക് വേണ്ടി മാത്രമാണ്. വീണ്ടും അവിടെ ഒരു നിയമസഭാ ഇലക്ഷൻ കൂടെ വരാനിരിക്കുകയാണ് 8-9 മാസത്തിന് ശേഷം. അതുകൊണ്ടാണ് ഇത്ര വലിയ പ്രാധാന്യം കുറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് എന്ന് ഞാൻ പറയാൻ കാരണം. കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയായിരുന്നെങ്കിലും പക്ഷേ ഇപ്പോൾ വളരെ ആകാംക്ഷയോടെയും എന്നാൽ തികച്ചും പ്രവചനാതീതവുമായ ഒരു ഉപതെരഞ്ഞെടുപ്പായി മാറിയിരിക്കുകയാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ഇത്ര വലിയ പ്രവചനാതീതമാക്കിയത് അൻവറുക്കയുടെ മാസ് എൻട്രി തന്നെയാണ്. അൻവറായിരുന്നു നിലമ്പൂരിൻ്റെ മുൻ MLA. നിലവിലെ LDF ഗവൺമെൻറ്റുമായുള്ള കഠിനമായ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലാണ് അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കുന്നതും നിലമ്പൂർ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുന്നതും. ഇദ്ദേഹം പക്ഷേ അൻവർ MLA സ്ഥാനം രാജിവെക്കുമ്പോഴും നിലമ്പൂരിൽ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ മത്സരിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ പെട്ടെന്നായിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അൻവർ തീരുമാനിക്കുന്നത്. അതിലേക്ക് നയിച്ച കാരണങ്ങളെല്ലാം നമുക്കറിയാം. പക്ഷേ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള അൻവറിൻ്റെ തീരുമാനമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിനെ ഇത്ര വലിയ ആവേശകരമാക്കി മാറ്റിയത്. മാത്രവുമല്ല, വ്യക്തിപ്രഭാവത്തിൻ്റെ അമരക്കാരൻ എന്ന് എതിരാളികൾ പോലും അംഗീകരിക്കുന്ന M സ്വരാജ് LDFിൻ്റെ സ്ഥാനാർത്ഥിയായി എതിർവശത്ത് എത്തുന്നതോടുകൂടെ ഈ ഉപതെരഞ്ഞെടുപ്പ് കാസർകോട്ടുകാർ പറയുന്നത് പോലെ വെളുത്തിട്ട് പാറാൻ തുടങ്ങി. UDF പറയുന്നത് അവരുടെ സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് 10,000-നും 12,000-നും ഇടയിൽ ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസമാണ് UDF പ്രകടിപ്പിക്കുന്നത്. അതേസമയത്ത് വളരെ വലിയ ഭൂരിപക്ഷമൊന്നും പറയുന്നില്ലെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ M സ്വരാജ് തന്നെ വിജയിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് LDF ക്യാമ്പുള്ളത്. എന്നാൽ അൻവർ അപാരമായ ആത്മവിശ്വാസത്തിലാണ്. അദ്ദേഹം പറയുന്നത് 75,000-ഓളം വോട്ടുകൾ പിടിച്ചുകൊണ്ട് അൻവർ ഈ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നാണ്. എന്നാൽ ഇത്രയും വോട്ടുകൾ എവിടെ നിന്ന് എന്ന് ചോദിക്കുമ്പോൾ ഇരു മുന്നണികളുടെ വോട്ടും